ഞങ്ങളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ബ്രോ തൂക്കി. ഇടുക്കി ഗോൾഡ് തൊട്ട് ആക്ച്വലി അമ്ലേച്ചനാണ് പിന്നെ അടുത്ത ജനറേഷനിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലായത്. കാരണം ഇത് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും അഴിഞ്ഞാടുകയാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലും ഓക്കെ, നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് നിങ്ങളത് പഠിച്ചിരിക്കണേ. സിനിമ കാണാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഭക്ഷണം കഴിക്കണം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈവൻസ് ഞാൻ പറയുന്നില്ലായിരുന്നു, സദ്യ കഴിക്കാൻ വരെ പഠിപ്പിക്കും. ബട്ട് സിനിമ കാണാൻ നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾ തന്നെ പഠിച്ചെടുത്തു. അതാണ് അതിൻ്റെ ഈ വിഷ്വൽ ഇമേജിൻ്റെ ഒരു പവർ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ പറഞ്ഞല്ലോ പെർഫോമൻസ് പോലെ തന്നെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടാവും. എല്ലാ ഡയലോഗിനും ഒരു പ്രത്യേക മോഡുലേഷൻ പറഞ്ഞാൽ അത് ഹിറ്റാവും. അതിൻ്റെ റൈമാണ് നമ്മുടെ വന്നിട്ട് ഇരിക്കണം. മോനെ ദിനേശ, നീ പോടാ ദിനേശ, മോനെ ദിനേശ എന്നൊക്കെ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് നല്ല കിട്ടിയത്, അല്ലെങ്കിൽ ഇത് ഇപ്പിടി ഇருக்கு രജനീകാന്തോടാണ്. അപ്പോൾ അതൊരു റൈമുണ്ട്, മനസ്സിലായ? അത് കൂട്ടിക്കഴിഞ്ഞാലാണ് അത് പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് അത് അവരുടെ മൈൻഡിലേക്ക് ആ റിതവും ആ റൈമും കയറി വരും. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ശ്രീനിധി. വാഴ 2 സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അതിലൊരു ആക്ടറാണ്. ആക്ടർ എന്ന് അദ്ദേഹത്തിനെ ഡിഫൈൻ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഡിഫൈൻ ചെയ്യാൻ ഇഷ്ടം ഹീസ് എ പെർഫോമർ. സോ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ബെന്നി ബ്രോ. ഹായ് ബെന്നി ബ്രോ. ഹലോ ഹലോ ഹലോ. എന്തൊക്കെയുണ്ട് ബ്രോ വിശേഷം? എനിക്കത് ഇഷ്ടപ്പെട്ടു ആ വിളിച്ചത്. കാരണം ഐ ഓൾവേസ് സേ ദാറ്റ് ഐ ആം ആൻ എന്റർടൈനർ മോർ ദാൻ ആൻ ആക്ടർ ആക്ച്വലി. ബേസിക്കലി ഐ ഓൾവേസ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് പെർഫോം ചെയ്യാനാണ്. അപ്പോൾ ലൈക്ക് എങ്ങനെ എൻ്റെ ഓഡിയൻസിനെ ഞാൻ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഇടുക്കി തൊട്ടിട്ട് ഇങ്ങോട്ട് നിൽക്കുകയാണ്. എനിക്ക് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തത് തൊട്ട് പപ്പടസും അപ്പൂസ് വരെയുള്ള. അപ്പോൾ ഞാൻ അവിടെ വ്യത്യസ്ത കഥാപാത്രങ്ങളും തമിഴിലും മലയാളത്തിലൊക്കെ ചെയ്തു. അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് തന്നെ, നൗ ദിസ് ടൈം ഞാൻ ഫിലിമോയിലാണ് രണ്ടാമത് തിരിച്ചു വരുന്നതെന്ന് പറയാം. അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഇടയ്ക്ക് തല കാണിക്കുമായിരുന്നു. പക്ഷേ ഇടുക്കി ഗോൾഡ് തൊട്ട് ആക്ച്വലി അമ്ലേച്ചനാണ് പിന്നെ അടുത്ത ജനറേഷനിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലായിരുന്നത്. സോ കാരണം ഞാൻ മോറോൺ അപ്പോഴത്തേക്കും മറ്റ് മേഖലകളിൽ പാകപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നേരെ വരുന്നത് എനിക്കൊരു റിലാക്സേഷനാണ്. കാരണം ഇത് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും അഴിഞ്ഞാടുകയാണ്. ഞാൻ ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം അതർ തിങ് ഈസ് മോർ ഇൻ്റലക്ച്വൽ സൈഡിലാണ് ഞാൻ എൻ്റെ ലൈഫ് മുഴുവനും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് സിനിമയുടെ ടെക്നോളജിയും സിനിമയുടെ ആസ്തെറ്റിക്സും അതിൻ്റെ സെമിയോട്ടിസവുമാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ അത് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ അപ്രോച്ചാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമ്പോൾ ഞാൻ ഒരു സീരിയസ്നെസ്സിലേക്കല്ല ഞാൻ പോവാറ്. ടോട്ടലായിട്ട് ഞാനും ഒന്ന് ഫ്രീ ആവും. അത് എനിക്ക് ശരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഓഡിയൻസിലേക്ക്. അവരും അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ യു കോൾ മീ പെർഫോമർ, യെസ് ഐ എം എ പെർഫോമർ ബേസിക്കലി. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ബ്രോ തൂക്കി വാഴ 2. അതൊരു ഭയങ്കര ആക്സിഡന്റിലാണ്. എവരിതിങ് ഹാപ്പൻ ആക്സിഡന്റ്. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളിപ്പോ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇപ്പം നമുക്ക് ക്യാരക്ടർ ബ്രീഫ് ഒക്കെ കിട്ടുമല്ലോ, ഇന്നതാണ് എന്നുള്ളത്. അപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ കൂടുതൽ എന്റർടൈൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം ബീൻ ഇൻ ദ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടല്ലോ, ബീൻ ഇൻ ടു ദാറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടൻ എങ്ങനെയാ അത് വർക്ക് ചെയ്യുക? ബേസിക്കലി ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞാനിതാണല്ലോ പഠിപ്പിക്കുന്നത്. ഞാൻ ഐ സ്ലീപ് സിനിമ, ഈറ്റ് സിനിമ, ഡ്രിങ്ക് സിനിമ. ഓക്കെ, സോ ഫോർ മീ സിനിമ ഇസ് എവറിത്തിങ്. സോ ഐ ടീച്ച് സിനിമ ആൻഡ് എവറി ടൈം സിനിമ. സോ ഇപ്പോൾ ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് അത് പറയുമ്പോൾ ഞാൻ എൻ്റെ 2-3 ക്വസ്റ്റ്യൻ പറയും. സോ ഫസ്റ്റ് തിങ് ഞാൻ ചോദിക്കും, നിനക്ക് ഞാൻ ചെയ്താലാണ് അത് കറക്റ്റ് എന്നൊക്കെ തോന്നുന്നു. So what you are expecting from me actually? You want me to to entertain? Okay, fine. So എന്താണെന്നുള്ളതിൻ്റെ എൻ്റെ ജിസ്റ്റ് എനിക്ക് മനസ്സിലാവും. ഞാൻ ഫുൾ സിനിമ കഥ കേൾക്കാറേ ഇല്ല. എൻ്റെ ജോബല്ല, അത് അയാളുടെ ജോബാണ്, അയാൾ ചെയ്യുള്ളൂ. ഇത് ഞാൻ എൻജോയ് ചെയ്യാനായിട്ട്, ഞാൻ എൻ്റെ എൻ്റർടൈൻ ചെയ്യാൻ എൻ്റെ ഓഡിയൻസിനെ എനിക്ക് കിട്ടുന്ന ഭാഗത്തിന് എങ്ങനെ ആ കഥയിൽ ഫിറ്റാവുന്നു മാത്രം ഞാൻ ചോദിക്കും. അതിനുശേഷം അല്ലാതെ എത്ര ദൂരമുണ്ട് എത്ര നേരമുണ്ടെന്നൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ അതിൻ്റെ അകത്തുള്ള ഒരു അങ്ങനെ പലപ്പോഴും എനിക്ക് പല സിനിമകളും ചെയ്യാൻ പറ്റാറില്ല. പലതും ഞാൻ നോക്കുമ്പോൾ അത്ര രീതിയിലേക്ക് അത് എല്ലാം കൂടി ചെല്ലാവണം.
എൻ്റെ സമയം, എനിക്ക് റോൾ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആ പറയുന്ന ടീമിലേക്ക് പോകുന്നത്, എൻ്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ ജെല്ലാകുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പടങ്ങളിലെല്ലാം വന്ന് നോട്ടബിളും ആവാറുണ്ട്. ഇപ്പൊ ഇടുക്കിഗോൾഡ് ആയാലും ശരി, കിളിബോയ് ആയാലും ശരി, കെട്ടിയോളാണെന്റെ മാലാഖയാണ്. ആയാലും അതിൽ ആ ക്യാരക്ടറെല്ലാം അത് ഞാൻ വന്നാൽ അവൻ അങ്കുവിനെ അറിയാം. ഡയറക്ടർ കൂടെ വന്നപ്പോൾ അതൊരു ഭയങ്കര സീനാണ്. ഇപ്പൊ ഇതിലും അവൻ തന്നെ എൻ്റെ അടുത്ത് സബീഷ പറഞ്ഞപ്പോൾ കഥ പറയുമ്പോൾ, ചേട്ടാ മൊത്തം ഇമോഷനല്ല, ഇതാണ് ഒരു എന്റർടൈൻ ചെയ്യേണ്ട സീന്, ഇതൊന്ന് തൂക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ അത്ര കോൺഫിഡൻസ് ആയിട്ട്, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് അത് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് ജെല്ലായി ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തു. അവരൊരു ടീമാണ്. ഇപ്പം സമീഷ ആയാലും അവൻ്റെ എഡിറ്റർ ആയാലും ശരി വന്നിട്ടുള്ളത്, ക്യാമറമാൻ ഒക്കെ ഒരു ഭയങ്കര അവരൊരു ജെല്ലാണ് ആക്ച്വലി വന്നിട്ട്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കണ്ട പോലെ എല്ലാവരും അങ്ങനെ ഒരു വർക്ക് ചെയ്ത്. അത് ഇറ്റ് വാസ് വെരി ഈസി. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ, ഈ പ്രവാസിയുടെ ലൈഫ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പം അതിനെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒരു പക്ഷേ മൈ ഫിലിം സ്റ്റഡീസ് ആക്ച്വലി അതാണ്, എഫക്ട് തിയറി, ലൈക്ക് ന്യൂറോ സയൻസ് എല്ലാം ബേസ് ചെയ്തിട്ട് അതിനെ ഞാൻ എങ്ങനെ ആപ്ലിക്കേ ചെയ്യാമെന്നുള്ളതിന്, ലൈക്ക് ഹൗ ടു ബ്രിങ് ഓൾ ദ തിയറീസ് ഇൻ ടു പ്രാക്ടീസ്. ദറ്റ്സ് മൈ ജോബ് ഇൻഫാക്ട്. സോ എൻ്റെ ബുക്കുകളും അതിനെക്കുറിച്ചിട്ടാണ് ഇനിയിപ്പോൾ വരാൻ വന്നതും. ഇപ്പോൾ വന്നതും ഫ്യൂച്ചർ ഓഫ് സിനിമ AI കുറിച്ചിട്ടാണ്. So like the cine syntax is the grammar of visual meaning. Basically, how you communicate to the human being and how their cognitive, അല്ലെങ്കിൽ അവരുടെ ന്യൂറോസ് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ന്യൂറോൺസിൽ, അതാണ് നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി ഇമേജ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഞാൻ എൻ്റെ ബോഡീനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് അത് തന്നെ എനിക്കറിയാമായിരിക്കും. ഇറ്റ്സ് ദെയർ വിത്ത് മീ ആക്ച്വലി. സോ എനിക്ക് ഇന്നത് അവിടെ ലാസ്റ്റ് കിടക്കുന്നതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് ആ സീൻ കേട്ടപ്പോൾ അറിയാം. അവനങ്ങനെ കിടക്കുന്നു, അവനവിടെ ഇതിൽ നിന്ന് ആവശ്യനായിരിക്കുന്നു, ഇത് കണ്ടിട്ട് എന്താണെന്നറിയാൻ പിടിച്ചത്. അപ്പോൾ അതിനെ ഞാൻ ഗ്രാഫ് ചെയ്തിട്ടാണ് ഞാൻ തുടക്കത്തിലുള്ള ഹൈപ്പ് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അതപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഈ വീഴുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിരി ഉണ്ടാവുക. അതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ അത് നമ്മളറിയാതെ നമ്മളിലേക്ക് വരുന്ന ഒരു സാധനമാണ്. നമ്മൾ ബൈ പ്രാക്ടീസ് നമുക്കറിയാം. ഏകദേശം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ എൻ്റർടൈൻ ചെയ്യാനായതുകൊണ്ട് ഞാനും ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് ലേ ഔട്ട് ഞാൻ എൻ്റെ മൈൻഡിലുണ്ടാക്കും. എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇന്ന സാധനം ചെയ്യണം, എവിടെ നമ്മൾ അതിനകത്തൊരു സോഫ്റ്റ് വലിക്കണം എന്നുള്ള. അപ്പോൾ അതിനകത്ത് ചില ഇവനെ ഇതാന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു ചമ്മൽ നമ്മൾ കാണിക്കുന്നതിനെ എങ്ങനെ കാണിക്കാം. അവൻ കളിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ സാധനം അടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വീരായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഫോഴ്സ് കൊടുത്ത്, അങ്ങനെ അത് ബേസിക്കലി ഇറ്റ് ഈസ് എൻജിനീയർഡ് ആക്ച്വലി സ്ലോലി ബൈ യൂസഫ്. ആക്ച്വലി അതൊരു എൻ്റർടൈൻമെൻറ്റ് നമ്മൾ സ്വയമായിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്യുമല്ലേ. അപ്പം അത് തന്നെത്താനെ ജനങ്ങളിലേക്ക് പകരും. അവർക്ക് അതൊരു എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റും. ഞാനവിടെ ആദ്യം എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ലൊക്കേഷനിലാണ്. അപ്പം അവര് അവിടെ എന്ത് ഉണ്ടാവുന്നതിന് ഞാൻ ബേസിക്കായിട്ട് ഞാൻ അതിനെ ഒരു സ്പെസിഫിനായിട്ട് എൻ്റെ മനസ്സിലെടുക്കും. ഞാൻ സാധാരണ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഈ മോണിറ്റർ പോയി നോക്കൂല, എനിക്ക് ഭയങ്കര ശമ്പളമാണ്. ഞാൻ ചെയ്തത് എങ്ങനെയാണത് ഞാൻ നോക്കുന്നത്, എൻ്റെ ലൈറ്റ് ബോയ്സിൻ്റെ റിയാക്ഷൻ എന്നും ആ യൂണിറ്റിൽ നിൽക്കുന്നവരുടെ റിയാക്ഷൻ എനിക്കറിയാം. ആ റിയാക്ഷൻ കാണുമ്പോൾ ഞാൻ ചെയ്ത സാധനം വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ വന്നാൽ ഞാൻ അപ്പം തന്നെ ഒരു 1 more ചെയ്യും. ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ ഒന്നും കൂടി ചെയ്യടാന്ന് പറയും, ഞാൻ ഒന്നുകൂടി ചെയ്യാന്ന് പറയും. അപ്പം തന്നെ ഞാൻ അതിനെ എനിക്ക് മനസ്സിലാവും എവിടെ ഞാൻ ഒന്ന് താഴെ പോയെന്ന്. അപ്പം തന്നെ ഞാൻ രണ്ടാമത് അടിച്ചു പൊളിച്ചൊരു സാധനം കൂടി ചെയ്യും, ക്ലിക്കാവും. അത് അവിടെ അറിയാൻ പറ്റും നമുക്ക് ശരിക്കും. ദേ മൈ ഓഡിയൻസ്. സോ അപ്പോൾ സാധാരണ അവർ പറയുമ്പോൾ ഞാനൊരു എനർജി ഉണ്ടാക്കും സെറ്റിൽ വന്നാന്ന്. ഒരു എനർജി അല്ല, ഞാൻ എല്ലാവരെയും അതിൻ്റെ ഉള്ളിലേക്ക് ആ വൈബിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ വൈബിലേക്ക് ആകുമ്പോൾ മാത്രമാണ് എനിക്കത് തിയേറ്ററിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നെ അവർ വിളിക്കുന്നത് എൻ്റർടൈൻ ചെയ്യാനാണ്, അല്ലാതെ ഒരു പടത്തിന് ഫുൾ ടൈം വലിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല. അത് ഹീറോ ചെയ്തോളൂ. എൻ്റെ ജോബ് എനിക്ക് ആ കിട്ടുന്ന സമയത്തിന് ഞാൻ അവരെ എൻ്റർടൈൻ ചെയ്ത് അത് എൻ്റെ ധർമ്മം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ ഐ എൻജോയ് ആക്ടിങ്, പെർഫോമിങ്, വട്ട് എവർ യു കോൾ ഇറ്റ് ആക്ച്വലി. ആൻഡ് അത് എൻ്റർടൈൻ ചെയ്യാറുണ്ട്.
ഇപ്പം ഇത് നമ്മൾ അഫ്കോഴ്സ് ഞാൻ ഡബിങ് വരുമ്പോഴത്തേക്കും ഭയങ്കര ത്രില്ലായിരുന്നു. ഡബിങ്ങിലുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു, ഞാൻ വേറെ വന്നത്. അപ്പം അവരപ്പോഴേ പറയും സാറേ ഇത് തൂക്കിയിരിക്കുന്നുള്ളത്. അപ്പം ഞാനത് ഡബ് ചെയ്യുന്ന ഓരോ സമയത്തും നമ്മൾ അതിൻ്റെ അത് പെർഫെക്റ്റ് ആവാൻ ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിരുന്നു. അന്ന് ചെയ്ത പോലത്തെ സാധനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എനിക്ക് ഭയങ്കര ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ അന്നേരം ചെയ്യുന്നത് നമ്മൾ പെർഫോം ചെയ്യല്ലേ, ആടി ഒളിച്ച് ആ വേഷം ഇട്ടിട്ട് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിന് എനിക്കെപ്പോഴും ലൈവ് സിംഗാണ് നല്ലതെന്ന് തോന്നാറുണ്ട്. അതിന് അതേപോലെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മളത് കൊണ്ടുവരണം. അപ്പോൾ അവർ അതെപ്പോഴും എൻ്റെ അടുത്ത് പറയും ചേട്ടാ അത് അങ്ങനെ ആ സാധനം വേണമെന്ന് പറയും, അത്രയും എഫക്റ്റ് വേണമെന്ന് പറയും. അപ്പം പിന്നെ ഞാൻ പറയും ഒരു കാര്യം ചെയ്യും, നിനക്ക് എത്രത്തോളം സാറ്റിസ്ഫൈ അതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ആണ് നമ്മൾ ഡബിങ്ങിന് പോകാറ്. അപ്പം ഞാൻ ചെയ്യും. എനിക്ക് ആക്ച്വലി ലൈവ് സിംഗാണ് ഇഷ്ടം. കാരണം ചെയ്യണ സമയത്ത് നമ്മൾ അഴിഞ്ഞാടുന്ന ഒരു സാധനമുണ്ട് പെർഫോം ചെയ്യുമ്പോൾ. അതിന് എല്ലാ സാധനത്തിനെ മേ ബി യു ക്യാൻ കോൾ മീ മേ ബി ഞാൻ അത്ര ആക്ടിങ്ങിനല്ലല്ലോ നോക്കുന്നത്, ഞാൻ പെർഫോമൻസിലാണ് നോക്കുന്നത്. ഐ ജസ്റ്റ് വോണ്ട് ടു എൻ്റർടൈൻ പീപ്പിൾ. സോ ബേസിക്കലി അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഉള്ളിൽ നിന്ന് വരുന്നത്, അല്ലാതെ അതിനെ കൃത്യമായിട്ട് ഒരു സയൻറ്റിഫിക്കായിട്ട് ഇന്നടുത്ത് ഇന്ന മൂവ്മെൻറ്റ് ഇന്നടുത്ത് അങ്ങനെ അത് നമുക്കറിയാം. നമുക്ക് ടോട്ടലി ഇതിനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാൻ പറ്റും ശരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി ഒരു ബേസിക്കലി കോംപ്ലിമെൻ്ററി മൂവ്മെൻറ്റ്സിലൂടെ വന്നിട്ടുള്ളതിനകത്ത് പേസിനെ ഞാൻ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അത് എൻ്റെ യൂഷ്വലായിട്ട് തന്നെ ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴും ശരി, ഞാൻ മൂവ് ചെയ്യുമ്പോഴും പേസ് ലൈക്ക് ഫാസ്റ്റ് ദെൻ സ്ലോലി അങ്ങനെ അതെല്ലാം വളരെ ബ്ലെൻഡ് ചെയ്തിട്ട് വരും. അപ്പോൾ അതൊരു രസകരമായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നണത്. ഞാനത് എക്സ്പെരിമെൻ്റ് ചെയ്യാറുണ്ട് ക്ലിബോയിൽ, അത് വർക്കൗട്ടായി. എന്നോ അത് എനിക്ക് എൻ്റെ ഇതിലേക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇടുക്കി കൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ റിയലി ഐ കുഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതാണ് ഞാനെപ്പോഴും അതിനകത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചിരിക്കുക, എൻ്റെ സമയത്തുള്ളവരൊക്കെ. കാരണം ഒരു 4 ന്യൂ ജനറേഷനെ ഞാൻ എൻ്റർടൈൻ ചെയ്തവരാണ്. 80-ലെ യൂത്തിനെ അതെ, 2010 അങ്ങനെ, ഇപ്പോൾ അത് 2026. ഓക്കെ. അപ്പോൾ ഇത് ന്യൂ ജനറേഷനാണ്. അതിന് മുമ്പ് ഒരു 6-7 വർഷം മുമ്പായിരുന്നു മറ്റേ കൊറോണയ്ക്ക് മുമ്പായിരുന്നല്ലോ ഏറ്റവും മാലാക വന്നത്. ഇപ്പം പിന്നെ ഹാലും വന്നായിരുന്നു, DNA വന്നു. ആ പടമൊന്നും അധികം ശ്രദ്ധിച്ചു. പക്ഷെ എൻ്റെ സീൻസുകൾ വളരെയധികം ഞങ്ങളവിടെ സീൻസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര അത് ഹിറ്റായെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോൾ DNA-യിലേക്ക് നമ്മൾ ഒരു നൂഡിൽസ് കഴിക്കുന്ന ഒരു സീന് വേണ്ടി ഞാൻ ഈ ചോപ്പ് സ്റ്റിക്ക് വരുത്തി അതിനെ നമുക്കറിയാം. ആ സീൻ ഇങ്ങനെ ഒരു വഴുക്കൊക്കെ ആയിട്ട് പുഴുവിനെ വലിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അതിനകത്ത്. പക്ഷെ ആ പടം നിർഭാഗ്യവശാൽ ഹിറ്റായില്ല. അല്ലെങ്കിൽ ആ സാധനം ഭയങ്കരമായിട്ട് മാറിയാണ് ആ സീൻസ്. കാരണം നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയൊരു സാധനമായിരുന്നു. ഹാലും അതേപോലെയായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ അത്രയധികം ഓടിയില്ല. ക്ലിബ് മറ്റേ കെട്ടിയോളന്മാരൊക്കെ ഭയങ്കര ഹിറ്റായി. ആ വെറൈറ്റി ഉണ്ടോയെന്ന് ചോദിക്കുന്നത്, അതേപോലെ തന്നെ ആലോചിച്ചിട്ട് കുളിരണിയെന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. ഭാഗം ഇതിലിപ്പോ എല്ലാ സീൻസും ഭയങ്കര വർക്കൗട്ടായിരുന്നു. അതുപോലെ ഇപ്പം ചേട്ടൻ ചെയ്യുന്ന സിനിമയിലൊക്കെ ഈ ഡയലോഗ് നമ്മൾ ഈ പറഞ്ഞല്ലോ പെർഫോമൻസ് പോലെ തന്നെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടാവും, അതായിരിക്കും ഭയങ്കരമായിട്ട് ഹിറ്റ് ആവും. ഇപ്പൊ ഇതിനകത്ത് അവനും ലഹരി നുണയട്ടെ എന്ന് പറയാം. അതുപോലെ ഇടുക്കി ഗോൾഡിലും ഉണ്ട്, കെട്ടിയോളാണ് എന്റെ മാലകയിലുണ്ട്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡയലോഗിന് എല്ലാ ഡയലോഗിനും ഒരു പ്രത്യേക മോഡുലേഷൻ പറഞ്ഞാൽ അത് ഹിറ്റാവും. ഇപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഫുട്ബോൾ മാനിയ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഫുട്ബോളും സിനിമയും വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കൈരളി ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് ബാക്ക്. ഓക്കെ, അത് ആ സമയത്ത് പിള്ളേർ എപ്പോഴും പറഞ്ഞിരുന്ന, കാരണം ഞാൻ ഇങ്ങനെ ഫുട്ബോൾ മാനിയ ഇങ്ങനെ പറയുള്ളൂ. അപ്പം ബേസിക്കലി ആ വാക്കിന് നമ്മുടെ മോഡുലേഷനിൽ നിൽക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് തോന്നും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില സാധനങ്ങൾ കിട്ടിയാൽ അത് നന്നായിട്ട് നമ്മൾ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ റൈമാണ് നമ്മുടെ വന്നിട്ട് ഇരിക്കണം. പിന്നെ മോനെ ദിനേശ, നീ പോടാ ദിനേശ, മോനെ ദിനേശ എന്നൊക്കെ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് പിന്നെ അതിൻ്റെ കിട്ടിയത്, അല്ലെങ്കിൽ ഇത് ഇപ്പിടി ഇருக்கு രജനീകാന്തോടാണ്.
അപ്പോൾ അതൊരു റൈമുണ്ട്, മനസ്സിലായ? അത് കൂട്ടിക്കഴിഞ്ഞാലാണ് അത് പെട്ടെന്നത് അത് ജനങ്ങളിലേക്ക് അത് അവരുടെ മൈൻഡിലേക്ക് ആ റിതവും ആ റൈമും കയറി വരും. ഓക്കെ. പോ മോനെ ദിനേശ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ലാലേട്ടൻ അഭിനയിച്ച എന്നും എപ്പോഴും സിനിമയുടെ സ്റ്റോറി ചേട്ടന്റെ ആയിരുന്നല്ലോ. അതെ സത്യനന്ദിക്കാട് സാറാണ് അത് ഡയറക്ട് അതെ ചെയ്യുന്നത്. അതെ. ആ സിനിമയുടെ ആ ഒരു വഴിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഓ അത് ബൈ ആക്സിഡന്റ്. വി ആക്ച്വലി രഞ്ജൻ മഹമ്മൂദ് എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഫിലിം ഫെസ്റ്റിവലും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വേറൊരു സബ്ജക്റ്റ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇവരതിൻ്റെ ഡിസ്കഷൻ സബ്ജക്റ്റ് ആവാതെ വന്ന് നിൽക്കുന്നൊരു സമയമാണ്. അപ്പം അന്നേരം ഇങ്ങനൊരു ഫോൺ വരുന്നു, അതെന്തായി എന്തായി എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രഷർ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വേണമെങ്കിൽ നമ്മൾ ഒരെണ്ണം വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു രണ്ടുപേരില്ലെങ്കിൽ ഒരാളുടെയെങ്കിലും ആക്കാൻ പറഞ്ഞു. ഇത് കുറേ നാളായി ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് ഒരു സാധനം ചെയ്യാനായിട്ട്. അത് അവർ ദേ ഫോൾ ഇൻ ടു എ ഡിഫറെൻറ്റ് ട്രാപ്പിലായതുകൊണ്ട് അതങ്ങ് ഒക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനതിനെ വേറൊരു രീതിയിലേക്ക് എടുത്ത് അതിനൊന്ന് പെട്ടെന്ന് വർക്ക് ചെയ്ത് ആക്ച്വലി 2-3 ഡേയ്സിന് ഇടയിൽ അതിൻ്റെ ഫോർമാറ്റ് ശരിയായിരുന്നു. അത്രേ ഉള്ളൂ. കാരണം അതൊരു ഹ്യൂമർ, ഒരു ചുറ്റും നമുക്ക് കാണുന്ന ഒരാളെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിൽ ഇമോഷൻസിനെ മുഴുവനും വന്ന് സബ് ക്യാരക്ടേഴ്സിന് കൊടുത്തുകൊണ്ട് ഇവരിലൂടെ ലൈറ്ററായിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി ഉണ്ടാക്കുക. അതിലേറ്റവും ഒരു പ്രത്യേകത ഞാൻ വില്ലനെ ആരാന്ന് കാണിക്കാൻ കൂടിയില്ല. പക്ഷെ അതാരും നിങ്ങളാരും ശ്രദ്ധിക്കുകയില്ല. അതിലാരാ വില്ലൻ? മഞ്ജു വാര്യറുടെ എക്സ്. അയാളുടെ കഥയിലില്ല, അയാളുടെ ക്യാരക്ടറില്ല, അയാളുടെ ചെയ്തികളുടെ എഫക്റ്റുകൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതിലെ എല്ലാ ഇമോഷൻസും വയ്ക്കാൻ നിങ്ങൾ സബ് ക്യാരക്ടേഴ്സില്ല. ലേനയുടെ ക്യാരക്ടറായാലും ശരി, അടികൊള്ളുന്ന മറ്റേ സ്ത്രീയുടെ, സാധാരണ സ്ത്രീയുടെ ആയാലും എല്ലാവരുടെ എല്ലാ സബ് ക്യാരക്ടേഴ്സിലാണ് നമ്മൾ. അതൊരു ഫോർമാറ്റ് എടുക്കാം. അപ്പം അതെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ബേസിക്കലി ഫിലിം ഫോം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈവൺ ഇൻ മൈ എൻ്റർടൈൻമെൻറ്റ്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഫോമാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റിലും പെർഫോമൻസും ഉള്ള. അതേപോലെ തന്നെ എവറി സ്റ്റോറി എവറിത്തിങ് ആക്ച്വലി ഷുഡ് ഹാവ് എ ഫോം. ഫോം ഈസ് എ വൺ വിച്ച് ഹോൾഡ് ദ കണ്ടന്റ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കണ്ടന്റ് ഈസ് ലൈക്ക് വാട്ടർ. ഇപ്പോൾ അതിൻ്റെ ബോൾ അത് ഒരു ഈ ഷേപ്പിലാവും. നിങ്ങളൊരു ഫ്ലാറ്റിലേക്കാണ് ആ വെള്ളം ഒഴിക്കണമെങ്കിൽ അത് ഫ്ലാറ്റ് ഷേപ്പാവും. ദ ഫോം ഈസ് എ വൺ വിച്ച് ഹോൾഡ് ദ കണ്ടന്റ്. ദ ഫോം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞങ്ങൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഫിലിം ഫോം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. സോ ആ ഫോമിനെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഏത് സിനിമ ഹിറ്റായ സിനിമകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. തുടക്കം തൊട്ട് അവസാനം വരെയും അതിൻ്റെ സ്ട്രക്ചേഴ്സ് എല്ലാം അത് കറക്റ്റ് സ്ഥലത്തേക്ക് നിൽക്കും. അതൊരു ഔട്ട്സൈഡ് ദ ഇതിലായിരിക്കില്ല, റലത്തിലല്ലായിരിക്കും. എല്ലാം വന്ന് ഇൻടാക്റ്റ് ആയിരിക്കും വന്നിട്ട്. സോ ദ ഫോം ഈസ് ഇമ്പോർട്ടൻറ്റ്. At the same time, then there is a called film science. Actually, all theories actually is for practical. പലപ്പോഴും പലരും ഒരു ചെറിയ തെറ്റുകാരനുണ്ട്. കാരണം തിയറി എന്ന് പറയുന്നത് ഇങ്ങനെ വിട്ടു പറയും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഫിലിം തിയറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിലിം തിയറി മാത്രം നിൽക്കാതെ അതിനെ ബ്രിഡ്ജ് ചെയ്യുക പ്രാക്ടിക്കലായിട്ട്. ദാറ്റ്സ് മൈ ജോബ്. അതാണ് ഞാൻ സിനിമയിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ വന്നത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, മനസ്സിലായില്ല. ദെൻ ഞാൻ ഫിലിം തിയറി പഠിച്ചതാണ്. സോ എനിക്കതിപ്പോൾ ഫിലിം തിയറിയെ പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നവരെ എനിക്ക് ഫിലിം തിയറിയോ അല്ല ഒന്നേ. ഞാൻ വെറും MGR സിനിമയുടെ ഫാനായിരുന്നു. സോ ദെൻ ഐ റിയലൈസ്ഡ് ഓക്കെ, എൻ്റെ ഈ പറയുന്ന ഡാൻസ് കൂത്ത് അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഒരു വശത്ത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പഠിച്ചെടുത്ത ഒരു സാധനങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തു. അപ്പോൾ ഇതിനെയും എനിക്ക് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം. കാരണം എൻ്റെ ബേസിക് വന്ന് ഞാനൊരു എക്സ്ട്രാവേർട്ട് പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുകയും ബോഡി എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ബേസിക്കലി മലയാളിയുടെ സോക്കോൾഡ് ഇൻ്റലക്ച്വലിനെ പോലെ വളരെ സൗമ്യമായിട്ടിരുന്ന് ഇരിക്കുന്ന ആളല്ല. ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ ദെൻ എൻ്റെ തിയറിയിലുള്ള എൻ്റെ വളർച്ചയിലേക്ക് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതിനെ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ആ ബ്രിഡ്ജിങ് ചെയ്യാനാണ് ഞാനെപ്പോഴും ശ്രമിച്ചേക്കണേ.
But basically, every theory can be, that's why I just want to display, can be converted into practical things. ഇനിയിപ്പോൾ അതാണ് ഞാൻ എൻ്റെ പുസ്തകങ്ങളിലൂടെ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് എടുത്തിരുന്ന ഇനിയുള്ള സമയത്ത് പുസ്തകങ്ങളായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് നിറയെ ഇപ്പം എൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വന്നു. നെക്സ്റ്റ് ബുക്ക് ഒരു 3 ബുക്ക് റെഡിയാണ് ആക്ച്വലി വന്നിട്ട്. ദ സിനി സിൻഡെക്സ്, ദ ഗ്രാമർ ഓഫ് വിഷ്വൽ മീനിങ്, അറബിക് സിനിമാറ്റിക് ഗ്രാമർ, ഇന്ത്യൻ സിനിമാറ്റിക് ഗ്രാമർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പൊ നമ്മള് ചേട്ടൻ കം ടു ലോട്ട് ഓഫ് പോപ്പുലർ തിങ്ങിലേക്ക് അതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ, നമ്മള് എപ്പോഴാണെങ്കിലും ഏത് ഇന്റർവ്യൂസിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ ഈ ഇടുക്കി ഗോൾഡിനെ കുറിച്ച് സ്ഥിരം ചേട്ടനോട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് അറിയാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പം ആക്ടിങ് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നവരുടെ ഒക്കെ ഒരു അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്കൂളാണ് ആഷിഖ് അബു എന്ന് പറയുന്നത്. അതൊരു ഡിഫറെന്റ് സ്കൂളാണ്. അപ്പൊ സോ ആഷിഖ് അബുവിന്റെ അതായത് ഇടുക്കി ഗോൾഡിൽ നിങ്ങൾ 4 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു റാപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു അത്. അതുപോലെ ആഷിഖ് അബുവിന്റെ സിനിമയിലേക്ക് വരുമ്പോൾ ആക്ടിങ് ഓറിയന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും, വേറൊരു സ്കൂളാണ് അത്. അപ്പൊ സോ ഹൗ ഇസ് ദാറ്റ്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആഹാ, ഓക്കെ. എനിക്ക് അങ്ങനത്തെ അങ്ങനെ ഒരു സംഭവമായിട്ട് അവിടെ ആഷിഖിന്റെ സിനിമ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. അത് ആഷിഖ് ചെയ്യുള്ളൂ, മനസ്സിലായ. ഫിലിം ഈസ് ആക്ച്വലി ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് ഉണ്ടാകപ്പെടുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഒരു സിനിമ ഉണ്ടാകപ്പെടുന്നില്ല. ആ സിനിമ എഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് വേറൊരു സിനിമയായിട്ട് മാറുക, മനസ്സിലായോ. സോ ദ ഫോം, അതിൻ്റെ ഫൈനലൈസേഷൻ വരുന്നത് ആ ഫൈനൽ സിനിമ വരുമ്പോഴാണ്, അയാളുടെ മനസ്സിൽ കണ്ട സിനിമ വരുന്നത്. നമ്മൾ അതിനെ ഫുള്ളായിട്ട് കാണണമെന്നൊന്നുമില്ല, അത് അങ്ങനെ കണ്ടോളൂ. എന്റെ ജോബ്, എനിക്ക് ആ കഥ കേട്ടപ്പോൾ ശ്യാംപുഷ്കർ എനിക്ക് പണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശ്യാംപുഷ്കർ ആവുന്നതിന് മുമ്പൊക്കെ പലരും ഈ സിനിമ പഠിക്കുന്ന ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവലും ഫിലിം വർക്ക്ഷോപ്പുമായിട്ട് എടുക്കുമ്പോൾ എല്ലാവരും എൻട്രി ഉള്ള സ്ഥലം ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ വിപിൻ ദാസ് ഇതേപോലെ തന്നെ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഷോർട്ട് ഫിലിം മേക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ശ്യാംപുഷ്കർ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു ഗ്രാഫ് ഉണ്ടാക്കിയായിരുന്നു. അതിന് മുമ്പ് ചെയ്ത ക്ലിബോയിൽ നിന്ന് മാറിയിട്ടൊരു കുറച്ചും കൂടി ഡൗൺ ആയിട്ട് ഒരു പ്രത്യേക ഫോം ഞാൻ എൻ്റെ അകത്ത് രൂപീകരിച്ചായിരുന്നു. അപ്പോൾ ഞാനതിനെ പെർഫോം ചെയ്യാൻ നേരത്ത് അത് നമ്മൾ ആദ്യം അറിയാം, നമ്മൾ ഡയറക്ടറായിട്ട് ജെല് ചെയ്യും നമ്മൾ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളതിനെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളത് പെർഫോം ചെയ്യുമ്പോൾ അവരത് സാറ്റിസ്ഫൈഡ് ആവുകയാണ്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമാവുകയാണ്. ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ പെട്ടെന്ന് ക്ലിക്കാവുകയാണ്. അതിലേക്ക് പെട്ടെന്ന് ആക്ച്വലി അതൊരു മെറ്റമോർഫോസേഷനിൽ ആ ക്യാരക്ടർ തന്നെത്താൻ അതിൽ കൂടി വളർന്നതാണ്. എനിക്ക് തോന്നുമ്പോൾ ആക്ച്വലി അതിൽ പല സീൻസും എന്നിലേക്ക് ആവുക ചെയ്ത് അവസാനം. അങ്ങനെ ആയിപ്പോയത്. അതൊരു സിസ്റ്റത്തിലൂടെ വന്ന, കാരണം അവർക്കതിന് ആ വർക്കുകളിലൂടെ വന്ന് കടന്നു പോയപ്പോൾ ആ സിനിമ അങ്ങനെ ആയി മാറി. അപ്പോൾ കാരണം എനിക്ക് കിട്ടുന്ന സീന് കേൾക്കുക, അതിനെ പെർഫോം ചെയ്യുക, അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ ബാക്കിയുള്ള എങ്ങോട്ട് കഥ പോകുന്നു അതിനെ ഫുൾ സിനിമ ഞാൻ എപ്പോഴും കേൾക്കാറില്ല. ഞാൻ അതിനെ നോക്കുക, അതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള 2 ചോദ്യത്തോട് എനിക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ എൻ്റെ പെർഫോമൻസിൽ എങ്ങനെ ആൾക്കാരെ, ആ ക്യാരക്ടറിനെ ഞാനൊരു ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കും. ആ ഗ്രാഫ് ഞാൻ ചെയ്യുമ്പോൾ മിക്കവാറും അത് തന്നെയായിരിക്കും അവർ ഇഷ്ടപ്പെടുക. ജനത്തിനാണല്ലോ, ഹീസ് ഓൾസോ ആൻ ഓഡിയൻ, ഡയറക്ടർ ഓൾസോ ഈസ് ആൻ ഓഡിയൻ ആക്ച്വലി. So they will always, give me freedom, in fact. And അതെനിക്ക് സാധാരണ സാധിക്കാറുണ്ട്. അപ്പോൾ his cinema actually, I don't have to get into his cinema. Like I have to see only, how to perform my character. ഞാൻ അത്രയും അതിനെ I mean basically maybe, ഒരുപക്ഷെ ഞാനൊരു എൻ്റർടൈനർ ആണെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ മാത്രം ചെയ്യുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു എൻ്റർടൈൻ പീപ്പിൾ, ഇൻ ഫാക്ട്, സോ ഞാൻ ഈ ആക്ടിങ്ങിന് വരുമ്പോൾ ഞാൻ ആക്ച്വലി ഞാനൊരു സീരിയസ് അപ്രോച്ചിലേക്കല്ല വരാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഈസി മട്ടിൽ തന്നെ അതിനെ വളരെ ലൈറ്റായിട്ട് എൻ്റർടൈൻ, ഞങ്ങൾ ചിരിച്ചു കളിച്ചു വർത്താനം പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ.
എന്നാലേ അതിനകത്ത് നിൽക്കുള്ളൂ. അല്ലാതെ ഒരു ശ്വാസം പിടിച്ച് ഞാനത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിനകത്തേക്ക് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇനി ചിലപ്പോൾ ഇനി അങ്ങനത്തെ ഒരു നിർബന്ധിതമായിട്ട് ഞാനൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ഒരു ആവശ്യകത എൻ്റെലേക്ക് അങ്ങനെ വരുവാണെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അങ്ങനെ എനിക്കിനി ഇപ്പോൾ അതല്ല, ഐ ജസ്റ്റ് വാണ്ടഡ് ടു പ്രൂവ് മൈസെൽഫ് ഇൻ മൈ ഫിലിം സ്റ്റഡീസ് ആക്ച്വലി. ഓ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എൻ്റെ ബേസിക്കലി ഐ ഹാവ് എ വെരി ഗുഡ് ഹോപ്പ്. എൻ്റെ ഹൈബ്രിഡ് ഫിലിം മേക്കിംഗ് ഉണ്ടല്ലോ, ഒരു ഫോമാറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഫിലിം ഫോമാറ്റ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമൻ ഇൻഡ്യൂഷൻസിനെയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് എ ഹ്യൂമൻ ആയിട്ട്, ഇറ്റ്സ് നോട്ട് ടോട്ടലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമുള്ളതല്ല. So it doesn't replace human, but it reveals more. That's what actually. അതാണ് എൻ്റെ കൺസെപ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന എൻ്റെ സ്റ്റാർട്ടപ്പ്. അതാണ് റീപ്ലേസ് ചെയ്ത് റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ സർ മനസ്സിലായി? ലൈക്ക് ഇറ്റ് വിൽ വർക്ക് അസിസ്റ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അത് നമുക്ക് ഗുണകരമായ രീതിയിലേക്ക് നമ്മൾ അസിസ്റ്റ് ചെയ്യും. Like I want to use artificial intelligence actually, like നമ്മുടെ ജീബും പോലെ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ. അലാവുദ്ദീൻ എന്ത് ഇഷ്ടപ്പെടുന്നു അതായിരിക്കും വന്നിട്ട് ആ ബോധം തരിക. മനസ്സിലായ? അവൻ്റെ ആഗ്രഹത്തിലേക്ക് ഇതിനെ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. വന്നിട്ട് അതിലേക്കാണ് ഞാൻ പോകുന്നത്. കാരണം ഹ്യൂമൻ ഇൻഡ്യൂഷൻസ് ഈസ് മോർ പവർഫുൾ. Maybe, I don't know. Maybe a day will come that machines can rule people. I don't know, actually. But basic ethics is actually, we believe in it, actually. ഞാൻ ഏർലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കയറിയ ഒരുത്തനായതുകൊണ്ട്, ലൈക്ക് 2004 എൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ തുടങ്ങിയത്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ തുടങ്ങിയ ഹൈബ്രിഡ്. ഞാൻ ഈ തന്നെ ക്യാനിൽ പോകുമ്പോൾ ഞാനത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ പോകുന്നേ ഉള്ളൂ. That's actually a first hybrid cinema, film making concept ആയിട്ടാണ് നമുക്ക് ലൈക്ക് ChatGPT ഒക്കെ പറയുക. when we chat with them, my concept actually. കാരണം ഞാൻ പലതിനെ മിറർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഞാനൊരു പെഡഗോജി ഉണ്ട് എൻ്റെ കയ്യിൽ. ദൃശ്യഭാഷ സാക്ഷരത, എങ്ങനെ ഇമേജിനെ വായിക്കാൻ അക്ഷരം പോലെ വായിക്കാൻ പഠിക്കുക എന്നുള്ളത്. ബിക്കോസ് എവറി ഇമേജ് ഇസ് കമ്മ്യൂണിക്കേറ്റീവ്. ബേസിക്കലി നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ഫോർ ഇമേജ് ആണ്. അക്ഷരങ്ങൾക്കൊക്കെ മുമ്പ് ഫസ്റ്റ് ലാംഗ്വേജ്, റിട്ടേൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുണായി ആണ്. BC 3000 നമ്മൾ കണക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഗിൽഗമേഷിൻ്റെ സ്റ്റോറിയാണ്. അത് ഈ കുണായി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. സോ ലൈക്ക് ബട്ട് അതിനൊക്കെ എത്രയോ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ ആക്ച്വലി നമ്മുടെ ഇമേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇമേജ് നമ്മുടെ എല്ലാ കാര്യവും, ഈവൻ ലുക്ക് അറ്റ് ഇറ്റ്, ദ മാസ്, that Christian mass is a visual symphony-ആണ് ആക്ച്വലി. ഇൻഫാക്ട് ലൈക്ക് എല്ലാ ചേരുവകളും ചേർന്നിട്ടില്ല. എവരിവെയർ നമുക്ക് ആ ഒരു നമ്മളിലേക്ക് കൂടുതൽ, ഇപ്പം നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്താ? നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയാണ് ഈ കളർ ചൂസ് ചെയ്യുന്നത്, എന്താണ് നമ്മളതിനെ നോക്കുന്നത്, നമ്മുടെ ഹെയർ ചെയ്യുമ്പോൾ എല്ലാം. സോ ഇറ്റ്സ് ബേസിക്കലി ഇറ്റ്സ് ഓൾ ഇമേജസ്. Okay, now you put your hair in this side, then you decide, okay, this type of long എനിക്ക് കമ്മൽ ഉണ്ടാവണം, എങ്കിലും ഇത് സൂട്ട് ആവുള്ളൂ എന്നുള്ളത് അതിനെ വെച്ച് നോക്കുകയാണ് നമ്മൾ. സോ എവറി ടൈം യുവർ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ്സ് ആക്ച്വലി ഇമേജിനെയാണ്. നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾ ഇമേജിലൂടെയാണ്. നിങ്ങൾ എങ്ങനെ ബോഡി, ചെസ്റ്റ്, ബോസ് എല്ലാം സോൾ ഇമേജസ്. സോ ഇമേജാണ് നമ്മുടെ ബേസിക് ബ്രെയിൻ നമ്മൾ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാറ്റേൺസിലാണ്. ഇത് നമ്മുടെ അത് നമ്മളെന്താ പറഞ്ഞ ഡിഫോൾട്ടിലുള്ളതാണ്. നമ്മളിൽ ഇമേജാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുക. ഇപ്പം സിനിമ, ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. സിനിമ നിങ്ങൾ എന്ത് കാര്യത്തിൽ, ഓക്കെ, നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് നിങ്ങളത് പഠിച്ചിരിക്കണേ. സിനിമ കാണാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്, കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഉള്ളിലേക്ക് വിഷ്വൽ. നിങ്ങളുടെ ഭക്ഷണം കഴിക്കണം എങ്ങനെയാന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആണോ? ഈവൻസ് ഞാൻ പറയുന്നില്ലായിരുന്നു. സന്ധ്യ എഴുതാൻ വരെ പഠിപ്പിക്കും. യു ആർ ട്രെയിൻഡ് അല്ലേ?
ബട്ട് സിനിമ കാണാൻ നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾ തന്നെ പഠിച്ചെടുത്ത്. ആ. ആ ഒരു ലുക്ക് ഇവിടുന്ന് കൊടുത്ത് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു സാധനം കാണിക്കുക പോയിന്റ് ഓഫ് വ്യൂല്. നിങ്ങൾ ആ ക്യാരക്ടർ കണ്ടത് അതാണെന്ന് നിങ്ങൾ റീഡ് ചെയ്യണല്ലേ? എങ്ങനെയാണ് സിനിമ അങ്ങനെ തന്നെയല്ലേ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കണേ. സോ ഡിഫറെൻ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുഴുവനും നിങ്ങളിലേക്ക് അത് എങ്ങനെ വന്നു? നിങ്ങളൊരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു, അത് ഫ്ലാഷ് ബാക്ക് ആണെന്ന് നിങ്ങൾ തന്നെ പെട്ടെന്ന് റിയലൈസ് ചെയ്യും. ഡിസോൾവിനെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ റീഡ് ചെയ്യും? പഞ്ച്വേഷൻസ് തന്നെ നിങ്ങൾ സിനിമ റീപ്രൊഡ്യൂസ് ചെയ്യാനാണ്, മനസ്സിലായോ? ബട്ട് നിങ്ങൾ വായിച്ചെടുക്കും. ആരും ഒരാളെയും വന്നിട്ട് സിനിമ കാണാനായിട്ട് ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഈ വിഷ്വൽ ഇമേജിൻ്റെ ഒരു പവർ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. വി ആർ ബേസിക്കലി ഡിഫോൾട്ട് വൈസ് നമ്മുടെ ബ്രെയിൻ ഇസ് ഡിസൈൻ ഫോർ ഇമേജസ് ആൻഡ് സിനിമ ഇസ് മൂവിങ് ഇമേജസ് ആൻഡ് സൗണ്ട്. ഫാസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കും. തിങ്ക് ചെയ്തിട്ട് പറഞ്ഞു ദൈവമേ. ദൈവത്തിന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ 80s തൊട്ട് ഇപ്പം 80s അഭിനയിച്ചു, 90s 20s ഇപ്പൊ 2026 വന്ന് നിൽക്കുമ്പോ ഈ സിനിമയുടെ പല കാലഘട്ടങ്ങള് കണ്ട ഒരാളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് ബുക്സ് എഴുതുക, ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാറ് പറഞ്ഞ സാറിന്റെ ആ ഒരു അക്കാദമിക്കൽ സ്റ്റഡി ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ സാർ കണ്ട ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, സിനിമയിലെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഈ പാറ്റേൺ എങ്ങനെയാ സാറിന്റെ ഒരു ഈ പറഞ്ഞ പോലെ വിഷ്വലിൽ വരുന്നത് എങ്ങനെയാണ്? അല്ലേ, ബേസിക്കലി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഈ ട്രെൻഡ് അനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ ഓരോ ട്രെൻഡ് ഉണ്ടാവും. ഇപ്പം ഞാൻ റൈറ്റ് ടൈമിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തവനാണ്. അത് യൂത്ത് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എൻ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദ കൾച്ചറൽ റെവല്യൂഷൻ. ലോകം മുഴുവനും നടന്ന സമയം 60s ആണ് കണക്കൂട്ടുന്നത്. ലൈക്ക് യുനോ വേൾഡ് വുഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മ്യൂസീഷ്യൻസും വന്നൊരു ഭയങ്കര മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നു, മനസ്സിലായി? ആഫ്റ്റർ ദി വിയറ്റ്നാം ദർ വാസ് ലോട്ട് ഓഫ് കൾച്ചറൽ റെവല്യൂഷൻ ഓൾ ഓവർ ദ വേൾഡ്. അതിൻ്റെ ബാക്കി പത്രം കേരളത്തിലുണ്ടായിരുന്നു ഇൻ്റലക്ച്വലായിട്ട്. അപ്പോൾ ഞാൻ അതിൽ പെട്ടവനായിരുന്നില്ല. ഞാനിവിടെ നാട്ടിൽ നിന്ന് വെറുതെ സാധാരണ ഞാൻ പറയില്ലേ എംജിആർ സിനിമയും ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ഉഴപ്പി കിടക്കുന്നതും എത്ര സിനിമയിൽ എത്ര ഇടിയുണ്ടെന്നൊക്കെ നോക്കി നടന്നിരുന്നവനായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിനകത്തേക്ക് ഞാൻ ആ സമയത്താണ് പെട്ടെന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു, ശത്രുഘ്നൻ സിൻഹ വരുന്നു, ജയബാദുരി വരുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കാൻ തുടങ്ങുന്നു. ഇവിടെ വരുന്ന വെച്ച് മറ്റേ ഫിലിം സൊസൈറ്റി മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഇതെല്ലാം നമ്മൾ കാണുന്നു. ആക്ച്വലി വന്നിട്ടില്ല, എന്നാലും നമ്മൾ ഈ പറയുന്ന സമയത്ത് അപ്പോൾ ആഗ്രഹങ്ങൾ ജനിക്കുകയാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യാമെന്ന്. അപ്പോൾ ആകെ പ്രശ്നമായിരുന്നു ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിനിമ മൊത്തം കാണുക, സിനിമ കാണുക. എനിക്ക് ഏറ്റവും വലിയ വിഷമം തിയേറ്ററുകളുടെ എണ്ണം കുറവാണെന്നുള്ളതാണ്. എല്ലാ ദിവസവും സിനിമ കാണണം. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യാൻ. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അതും എൻ്റെ ഭാഗ്യമാണ്. ഞാനതാ പറയണേ. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എൻ്റെ ഏറ്റവും സൂപ്പർ സീനിയർ ആയിരുന്നു അജയൻ പെരുന്തച്ചൻ, തോപ്പിൽ വാസി സാർ. അപ്പോൾ അവർ കണക്റ്റഡ് ആയിരുന്നു. വന്നിട്ട് ജോൺ അബ്രഹാമായിട്ടും ഭരതേട്ടനായിട്ടും അരവിന്ദേട്ടനൊക്കെ ആയിട്ട് വന്നിട്ട്. സോ ഞാൻ അങ്ങനെ അവിടെ പോയി ഞാൻ ഇവരൊക്കെ ആയിട്ട് ഇപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് മജീദ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് വളരെ സീരിയസ് ഫിലിം മേക്കേഴ്സ് ഫിലിമിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പം ഞാൻ അവിടെ വന്നിറങ്ങുന്നത് പൂനെയിൽ നിന്ന് വേറെ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. പൂനെ പോയി പഠിച്ച് അവിടെ നിന്ന് കംപ്ലീറ്റ് വെസ്റ്റേൺ മ്യൂസിക്കും റെക്കോർഡും കാറ്റും ഹൈ ഹീൽ ഷൂവും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് വേറൊരു ലോകമാണ്. ഇവിടെ നിന്ന് ഞാൻ മാറി പൂനെ പോയപ്പോൾ ഞാൻ ഗോഹൺസിനൊപ്പമായി ഡാൻസ് മറ്റത് അങ്ങനെ മ്യൂസിക്കിൻ്റെ ലോകത്ത്, അങ്ങനെ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ലോകത്ത്. ഞാൻ തൃപ്പൂണിത്തുറക്കാരനായിരുന്നവൻ, തൃപ്പൂണിത്തുറ കൾച്ചറാണ് കഥകളി മറ്റതൊക്കെ കേട്ട് വളർന്നവൻ. എൻ്റെ അയൽവക്കാണ് കലാമണ്ഡലം കൃഷ്ണൻ നായരും കല്യാൺകുടിയമ്മ. അപ്പോൾ ആ ലോകത്ത് നിന്ന് മാറി ഞാൻ വേറൊരു ഗോഹൻസിൻ്റെ വേറൊരു ലോകത്ത് ചെന്ന് അവിടെ നിന്നാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഓരോ ലോകത്തേക്കും പോകുമ്പോൾ അതിനെ അഡോപ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ വരുമ്പോൾ ഇവർ സംസാരിക്കുന്ന ഒരൊറ്റ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഞാൻ ആദ്യം കണ്ട സിനിമ തന്നെ കുറോസവയുടെ റോഷ്മാൻ. അപ്പോൾ അത് തന്നെ ഞെട്ടിപ്പോയി. ഒരു 3 കഥയിൽ ഏതാണ് സത്യം എന്ന് പറയാൻ പോലും പറ്റാത്തത്. അപ്പോൾ എല്ലാ ദിവസവും ചർച്ചയുണ്ട് സിനിമ കാണിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ ഞാൻ എൻ്റെ സീനിയേഴ്സിൻ്റെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ നോക്കുകയാണ്. ഇതിനെ മനസ്സിലാക്കിയെടുത്തെങ്കിൽ നമ്മൾ
ഔട്ട്കാസ്റ്റ് ആവും ശരിക്കും. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഖാലിദ് ജിബ്രാനെ കുറിച്ച് സംസാരിക്കുന്നു, സാത്രയെ സംസാരിക്കുന്നു, കാമുവിനെ കുറിച്ച് സംസാരിക്കുന്നു, ലൈക്ക് മാജിക്കൽ റിയലിസത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഒക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് പഠിച്ചെടുത്തിട്ട് ശരിയാവില്ല. അങ്ങനെ ഞാൻ എൻ്റെ പല സീനിയേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഉള്ള അവരൊക്കെ പോയി ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പിന്നെ അതുവരെ ഞാൻ ഇവിടെ അമ്പിളി അമ്മാവനും ഡിറ്റക്റ്റീവ് നോവലും മാത്രം വായിച്ചിരുന്നവരാണ്. So that's what anybody can actually learn and understand. Put little effort in, you can learn it. That's all. So totally ഞാൻ വന്നത് സ്ട്രീറ്റ് ഹാർട്ട്നെസ് എന്നാണ്. റോഡിൽ എവിടെ പോയാലും അടിയും കുത്തും ബഹളമൊക്കെ. 10 സ്കൂൾ മാറിയിരുന്ന ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പോകുന്നതാണ്. ഇത് അവർ എന്നെ വേറെ തരത്തിൽ കാണുകയും കൂടെ കൂട്ടുകയും, മനസ്സിലായോ? ഞാൻ അവരുടെ കൂടെ നിന്ന് ഈ സാധനത്തിനെ പഠിച്ചെടുക്കുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദർ ആർ സോ മെനി ഫോം ഓഫ് ആർട്സ് ആക്ച്വലി. ഇംപ്രഷനിസം, ജർമ്മൻ എക്സ്പ്രഷനിസം ഒക്കെ സിനിമയിൽ ഒരുപാട് വരുന്നുണ്ട് ആക്ച്വലി. വാട്ട് ഈസ് നിയോ റിയലിസം. അപ്പോൾ ഈ ബൈസിക്കിൾ തീവ്സ് കാണുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ആവശ്യം അവിടെ ഉണ്ടാവുകയും ഞാനത് പെട്ടെന്ന് ബ്ലെൻഡഡ് ആവുകയാണ്. അങ്ങനെ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തുള്ള ഡാൻസും കാര്യങ്ങളും ഞാൻ ഡെയിലി മ്യൂസിക്കിട്ട് ഡാൻസും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നൊരു പടമാണ് വിടുതൽ രാഗം. ഞാൻ അപ്പോഴും അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ കൂടെയായിരുന്നു. അങ്ങനെ ജോണപരമായിട്ടുള്ള പരിചയം ഉണ്ടാകുന്നു. ഭരതേട്ടനാണ് എപ്പോഴും കൊണ്ട് എടുക്കാൻ പോകുന്നു. പത്മരാജൻ, ഈ അജയൻ്റെ കൂടെ എല്ലാവരും വരും. അജയൻ്റെ സ്ഥലത്ത് വരും തുമ്പുരോചൻ. അപ്പോൾ സഡൻലി ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നു. ഈ പടം റിലീസാവുന്നു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഓവർനൈറ്റ് സ്റ്റാറായി. അപ്പം ഞാൻ പിന്നെ തമിഴ് സിനിമയുടെ ഒപ്പമായി. ഇതിൽ നിന്ന് മാറി. അങ്ങനെ സുമേന്ദ്രയെ കാണുമ്പോൾ സത്യജിത്രയുടെ ക്യാമറമാൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാനായിട്ടാണ് വരുന്നത് 2 പടം. അങ്ങനെ പുള്ളി രണ്ടാമത് എന്നെ തിരിച്ച് ഇവിടെ നിന്നുണ്ടായ ഞാൻ വിട്ടുപോയ ഗ്യാപ്പിൽ എങ്കിലേക്ക് എന്നെ രണ്ടാമതും കൊണ്ടുവരുന്നു. ഈ ആർട്ട് ഹൗസ് സിനിമയിലേക്കും ഫെസ്റ്റിവലിലേക്കും പിന്നെയും പോയി. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പപ്പയുടെ സ്വന്തം അപ്പോസിന് വേണ്ടി. അപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് മാറി. ഇതിൻ്റെ കഴിഞ്ഞു. ഈ കൊമേഴ്സ്യൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഞാൻ ചെയ്ത് മദ്രാസിലെ മോൻ, ഈ തമിഴ്നാട്ടിലെ എല്ലാ സകല കലാലോകൻ, അടുത്ത വാരിസ്, അങ്ങനെ ഒരുപാട് സൂപ്പർ ഹിറ്റ് പടങ്ങൾ എനിക്ക് കമൽ രജനിയോടൊക്കെ ഇവിടെ ചെയ്യാൻ സാധിച്ചു. അപ്പോഴാണ് ഞാനിതിൽ നിന്ന് മാറാനായിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടുത്തതിലേക്ക് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള. അപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ലൈബ്രറി ആയിക്കഴിഞ്ഞു. ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ നോക്കി. 2ാമത് സുമേന്ദ്രയായിട്ട് കണ്ടപ്പോൾ ഫിലിം സ്റ്റഡീസ്, ഫിലിമിന് അന്നുണ്ടായിരുന്ന മൂവ്മെൻറ്റ്സുകൾ, ലൈക്ക് സൈക്കോഅനാലിസിസിൻ്റെ തിയറീസ്, ഫിലിം തിയറീസ് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ആ സമയത്താണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞൊരു പടം കിട്ടിയപ്പോൾ ഞാൻ ഒറ്റ ബ്രേക്ക് എടുത്തു. സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഞാൻ അഭിനയം നിർത്തിയിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹിറ്റായപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് ഇനി ഇപ്പോൾ ബെന്നി പ്രോ പോലത്തെ ഒരുപാട് പടം വരും. അതിപ്പോൾ എന്നെ ഇനി ബാധിക്കില്ല. അന്ന് ഞാൻ ഷേപ്പ് ചെയ്യുന്ന വരി എങ്ങാണ് ഞാൻ ആ വഴിയിലേക്ക്, ആ കുഴിയിലേക്ക് വീഴാൻ തയ്യാറല്ലായിരുന്നു. ഐ വാണ്ട് ടു എക്സ്പ്ലോർ. ഞാൻ പഠിച്ചിരിക്കുന്ന സാധനങ്ങളെ എങ്ങനെ കൂടുതൽ പഠിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലി ബിസിനസ്സിൻ്റെ ടോട്ടൽ സിമെൻറ്റ് സ്റ്റീലിലേക്ക് ഇത് വിൽക്കുന്നതിന് അവിടെ ഞാൻ ഇതെല്ലാം എങ്ങനെ ഉപയോഗിച്ചു. ഞാൻ മഹാഭാരതത്തിൻ്റെ കഥ, ഡ്രാമ ഉപയോഗിച്ചു സ്റ്റീൽ വിറ്റു. മനസ്സിലായില്ലേ? തിയേറ്റർ ഫോംസും ഡാൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമെൻറ്റ് വിറ്റു. അതൊരു പുതിയ സംഭവമായിരുന്നു ആ ലോകത്ത്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പല സയൻറ്റിസ്റ്റുകളായിട്ട് ഫ്രണ്ടായി. എല്ലാ IIT റീജിയണൽ റിസർച്ച് സെൻറ്റർ തരമണിയിലൊക്കെ ഉള്ള ഗവൺമെൻറ് വലിയ സയൻറ്റിസ്റ്റുകളായിട്ട് ഇതായി. നമ്മൾ ഈ ടാറ്റയുടെ വലിയ വലിയ കമ്പനികളുടെ ഞങ്ങൾ CNF ആൻഡ് ഓൾ സ്റ്റേറ്റിൻ്റെ ആയിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സായിരുന്നു. സോ അതെനിക്ക് ഒരുപാട് ഗുണം കിട്ടി എൻ്റെ അത്. അങ്ങനെ ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രോഗ്രാം ചെയ്തപ്പോൾ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പോയി. ഞാൻ US പോയി എൻ്റെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ എനിക്കൊരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. നിങ്ങളുടെ കാണപ്പെട്ട പെട്രോൾ ബങ്കുകളില്ലേ, അതിന് പണ്ട് റൂഫില്ലായിരുന്നു. അതിൻ്റെ സ്പെസിഫൈ ചെയ്ത് ഞാൻ അതിലൊന്നും. ഈ ഗൾഫാറില്ലേ, അതെൻ്റെ വർക്കാണ്. UC കോളേജ് സ്റ്റേഡിയം ഞാൻ ചെയ്ത വർക്കാണ്. ഇവിടെ ഒരുപാട് പള്ളി, കോതാട് പള്ളി, കണ്ണമാലി പള്ളി, അങ്ങനെ കുറേ സാധനമുണ്ട്. നിങ്ങളുടെ തുഞ്ചംപറമ്പിൻ്റെ കൂത്തമ്പലം ചെയ്ത ഞാനാ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഇവിടുത്തെ. ഐ വാസ് എക്സ്പ്ലോറിങ് മൈ ലൈഫ് ഇൻഫാക്ട് ആ സമയത്ത്. അങ്ങനെ ഞാൻ POC ആയിട്ട് വന്ന് ഫിലിം സ്റ്റഡീസിലേക്ക് വരുന്നു. ഫാദർ സാമ്പൽക്കിലെ കാണുന്നു. POCയിൽ വന്നിട്ടൊരു മീഡിയ ക്ലാസ് വരുന്നു 2000. സോ ഈ ആസ്ക് മീ ടു ടേക്ക് ഫിലിം ക്ലാസ് എന്ന് പറയാറ്. എൻ്റെ ആദ്യത്തെ ക്ലാസ് ഡിസാസ്റ്ററായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് എങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും പെർഫോമറായിട്ട് നടന്നു കൊടുത്തല്ലേ. അങ്ങനെ ഞാൻ അപ്പോൾ വാശിയെടുത്തു, ഞാൻ ഇതെങ്ങനെയൊക്കെ പഠിപ്പിക്കാന്നുള്ളത് മനസ്സിലാക്കി എടുത്തു. ഞാൻ
അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പിൽ ചെയ്ത് ഞാൻ അങ്ങനെ 2005 ആയി സ്റ്റാർട്ട് മൈ ഫിലിം ഫെസ്റ്റിവൽ വേൾഡ് സിനിമ ആക്ച്വലി. അങ്ങനെയാണ് ഫിലിം ഫെസ്റ്റിവൽ ചെയ്തത്, Film festival. അക്കാഡമിയിൽ നിന്ന് ഫിലിം ലിറ്ററസി ചെയ്ത്. ദർ ഇസ് ഓൾവേസ് ആക്ച്വലി വാട്ട് യു കോൾ ഇറ്റ് ഇൻഫാക്ട് അത് ഓരോ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് നെക്സ്റ്റ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇനിയും ഞങ്ങള് അതായത് ബെന്നി ബ്രോ പോലത്തെ ക്യാരക്ടറുകൾ എന്ന് പറയുന്നില്ല, ഒരുപാട് ഷെയ്ഡുള്ള ഒരുപാട് എന്റർടൈൻ ചെയ്യുന്ന കഥാപാത്രങ്ങള് ചേട്ടനെ തേടി എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. സോഷ്യൽ മീഡിയയില് ദൈവത്തെ ഉദ്ദേശിച്ച് അത് മാത്രമല്ല എൻ്റെ ആഗ്രഹം. അങ്ങനെയൊന്നും ഞാൻ അതിനകത്ത് വീഴാനൊന്നും തയ്യാറല്ല. അങ്ങനെ ആഗ്രഹിക്കട്ടെ ദൈവത്തെ ഉദ്ദേശിച്ച്. കാരണം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ആക്ച്വലി. വൈ പീപ്പിൾ യു സീ മീ ആസ് ഓൺലി ഡിസ്കോ രവീന്ദ്രൻ? ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ പറയേണ്ടത്, നിങ്ങളൊരു ഫിലിം സ്റ്റഡീസിൽ ഇത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമയം ചെലവഴിച്ചേക്കണത് ഒരു ആക്ടർ ആവാൻ വേണ്ടിയല്ല, അറിയാം. അക്കാദമിക്കൽ കാര്യങ്ങളിലായിരിക്കും അല്ലേ? ഞാൻ അത്രയധികം ചെലവഴിച്ചിട്ടുണ്ട്, അത്രയധികം ആക്ച്വലി. എല്ലാവരും ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ഞാൻ പുസ്തകങ്ങളുടെ മുകളിൽ മാത്രം ജീവിച്ചിട്ടുണ്ട്, അത് ആർക്കും അറിയില്ല. അങ്ങനെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ വൈഫ് വരെ ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്കെന്നാൽ പിന്നെ അതിനെ കെട്ടിക്കോ. അങ്ങനെ ഞാൻ രാവും പകലും ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്ന എൻ്റെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വലിയ ലൈബ്രറി ഉണ്ട്, നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ നന്ന ഒരുപാട് പഴയ പുസ്തകം. ഇപ്പം ഞാൻ എല്ലാം PDF ആയി. ഇപ്പം ഞാൻ എനിക്കത് ബ്രൈറ്റ്നെസ് കറക്റ്റായിട്ട് ഇവിടെ എല്ലാ റൂമിലും ഉണ്ട്, എൻ്റെ ലൈബ്രറി ഉണ്ട്. പണ്ടതെല്ലാം വരുമായിരുന്നു. എൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് DVD-കളുണ്ട്. എൻ്റെ കയ്യിൽ 1000-400 എക്സ്പെരിമെൻ്റൽ ഫിലിമയുടെ തന്നെ DVD ഉണ്ട്. ഞാൻ എല്ലാ മാസ്റ്റേഴ്സിനും സിനിമകൾ കാണുകയും കണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ അതിനെ ഫെസ്റ്റിവൽ പോയത്. സോ യു ഷുഡ് ആക്ച്വലി പ്രേ ഫോർ മീ ടു ആക്ച്വലി അച്ചീവ് മൈ എക്സ്പെരിമെൻ്റൽ ആക്ച്വലി ഇൻ ദ ഇൻ്റലക്ച്വൽ ഫിലിം സൈഡിലുള്ള എൻ്റെ എക്സ്പെരിമെന്റ്സ് ഉണ്ട് ആക്ച്വലി. അത് ഫിലിം സ്റ്റഡീസിൽ എൻ്റെ ഹൈബ്രിഡ് ഫിലിം മേക്കിങ്ങിൻ്റെ വന്നിട്ടുള്ള ഒരു സാധനം, അത് ജനങ്ങളിലേക്ക് വന്നിട്ട് ഞാനൊരു ഓപ്പൺ സോഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വന്ന ഒരു സിനിമ ഇത്രയധികം കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമില്ല. അവന് ഇനിയുള്ള നിമിഷങ്ങളിൽ ഞാനെടുത്ത 30 വർഷത്തിൻ്റെ പഠിത്തം അവന് വന്നിട്ട് വെറും ദിവസങ്ങൾക്കുള്ളിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുള്ള പ്രോഗ്രാമാണ് ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഞാൻ ചെയ്യുന്നത്. അവർക്ക് എൻ്റെ അത് പ്രോഗ്രാം മാത്രമല്ല, ഫിലിം മേക്കിംഗ് മാത്രമല്ല, അത് വോയിസ് മാത്രമല്ല, അതൊരു പെഡഗോജി കൂടി ട്രെയിനിങ് പ്രോഗ്രാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ദാറ്റ്സ് വാട്ട് ആക്ച്വലി ഐ ആം സപ്പോസ് ടു ഗിവ് ടു മൈ നെക്സ്റ്റ് ജനറേഷൻ. അതിനകത്തേക്ക് ഒരു നല്ല സിനിമകൾ തരാനും നല്ല സിനിമകളിലെ ഭാഗമാകാനും ഇൻ്റലക്ച്വലായിട്ട് നമ്മുടെ സിനിമകൾ ലോക സിനിമകളുടെ നിറയിലേക്ക് എത്താനും ഇവിടെ മാത്രമായിട്ടല്ല എത്താനും ഒക്കെ സാധിക്കുന്ന. കാരണം ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ അത്രയും വലിയ മാസ്റ്റേഴ്സ് ആയിരുന്നു. ഭാരതേട്ടനായാലും ശരി, പത്മരാജനായാലും ശരി, അരവിന്ദേട്ടൻ്റെയൊക്കെ ഉള്ള അവരൊക്കെ വന്നൊരു ജീനിയസാണ്. അത്തരം സിനിമകൾ നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ് ഒരു വശം. അത്തരം സിനിമകൾ ഉണ്ടാക്കുന്ന പല ഡയറക്ടേഴ്സിനും നമുക്ക് ഇനി ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഫിലിം സ്റ്റഡീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതിനാണ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് എന്നൊക്കെ വേണ്ടി പാട്ട് പറഞ്ഞതിലൊരു ചെറിയ തിരുത്ത്. ചേട്ടന് ഇഷ്ടമുള്ള മേഖലകളൊക്കെ ചേട്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ സോ ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്.